Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbala, rizqan halalan tayyiba, quluban khashi'a. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuhu. My beloved sisters. അതായത് ലുഹാ നമസ്കാരത്തിനെ കുറിച്ച് ലുഹാ, ഇഷ്റാഖ്, പിന്നെ അവ്വാബീൻ നമസ്കാരങ്ങൾ, അവയുടെ സംശയങ്ങൾ, അവയുടെ സമയം, ഏത് സമയത്ത് എത്ര റക്അത്ത് വരെ നമസ്കരിക്കാം, എങ്ങനെ നമസ്കരിക്കാം എന്നതിനെ കുറിച്ചൊക്കെ അൽഹംദുലില്ലാഹ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഒരുപാട് ആളുകൾ സംശയമുള്ളവർ കാണാറുമുണ്ട്. അതൊരു ചോദ്യോത്തര സെഷനായിരുന്നു. ഇപ്പം ളുഹാ നമസ്കാരത്തില് നമുക്ക് ലഭിക്കുന്ന ഓഫറുകൾ അല്ലെ, ഒരു സുന്നത്ത് നമസ്കാരത്തിന് ഇത്രയേറെ ഓഫറുകൾ ഉണ്ടെങ്കിൽ ഫർള് നമസ്കാരത്തിന് അള്ളാഹു പറയാതെ പറഞ്ഞ ഓഫറുകൾ എത്രയായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല അല്ലെ. അതായത് അള്ളാഹുവിന്റെ ചില കാരുണ്യത്തിൽപ്പെട്ടതാണ് ചില കാര്യങ്ങൾക്ക് കണക്കില്ലാതെ പ്രതിഫലം വാഗ്ദാനം ചെയ്യാന്നല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു പുതു വിശ്വാസി ഒരു മുസ്ലിമിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ, അയാൾ പണ്ട് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അയാൾക്ക് പുറത്തു കൊടുക്കുകയും അതിന് മുൻപ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അയാൾ ചെയ്ത സകല നന്മകൾ ബാക്കി വെക്കുകയും ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പരിശുദ്ധമായ രീതിയിലേക്കാണ് അയാൾ ദീനിലേക്ക് വരുന്നത്. അങ്ങനെ പല വിഷയത്തിലും അള്ളാഹു ഇങ്ങനെ കണക്കില്ലാത്ത ഓഫറുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ. അപ്പം ളുഹ നമസ്കാരത്തിലെ ഏറ്റവും കുറഞ്ഞ റക്അത്തുകൾ 2 എണ്ണമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം വസിയത്ത് ചെയ്യുന്നു. അതായത് നബി സല്ലല്ലാഹു നൽകിയ വസിയത്ത് 2 റക്അത്ത് ളുഹ നമസ്കരിക്കുകയെന്നായിരുന്നു. അതിനാൽ അതിൽ വർദ്ധനവ് നടത്താവുന്നതാണെന്നും തെളിവുകൾ വന്നിട്ടുണ്ട്. അൻ ആയിഷത ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ളുഹ അർബ വയസീദു മാഷാ അല്ലാഹ്. ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 റക്അത്ത് ളുഹ നമസ്കരിച്ചിരുന്നു. ചിലപ്പോൾ അവിടുന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വർദ്ധിപ്പിക്കാറുമുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു എന്നാണ് പറയുന്നത്. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത് അല്ലെ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല് ഈ ളുഹ നമസ്കാരം ഇല്ലാത്തതാണ്, ഫാബ്രിക്കേറ്റഡ് ആണ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞാനിതുപോലെ ഏതോ ഒരു ഹജ്ജിന് പോകുന്ന ഫംഗ്ഷന് പോയപ്പോൾ അവിടെ വിളിച്ചിരുത്തേണ്ട സഹോദരിമാർ അവർക്കുണ്ടായ ഒരു അനുഭവം അങ്ങനെ പറഞ്ഞു. ളുഹ നമസ്കാരത്തിനെ കുറിച്ചിട്ട് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, പരാതി അങ്ങനെ ഒന്നും ഇല്ല, ഇഷ്റാഖില്ല എന്നൊക്കെ രീതിയിൽ. അപ്പം ഇപ്പോഴും ആൾക്കാർ ഇതിനെ സംശയദൃഷ്ടിയോട് കൂടിയാണ് നോക്കുന്നത്. അതായത് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിൽ നിന്നും അവരോ ചെയ്യുന്നോലെ അവർ തടയുകയും ചെയ്യുന്നില്ലേ. അതല്ല ഉമ്മു ഹാനി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ മക്ക വിജയവർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഞാൻ ചെന്നു. അവിടുന്ന് കുളിക്കുന്നതായി ഞാൻ കണ്ടു. ഫാത്തിമ റളിയല്ലാഹു ഒരു മറ നബിക്ക് പിടിച്ചു കൊടുത്തിരുന്നു. ഞാൻ നബിക്ക് സലാം പറഞ്ഞു. ഇതാരെന്ന് നബി ചോദിച്ചു. അബൂ ത്വാലിബിന്റെ മകൾ ഉമ്മു ഹാനി ആണെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഉമ്മു ഹാനിക്ക് സ്വാഗതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. അവിടുന്ന് കുളിയിൽ നിന്ന് വിരമിച്ചപ്പോൾ 8 റക്അത്ത് നമസ്കരിച്ചു. ഉമ്മു ഹാനി പറയുന്നു അത് ളുഹ നമസ്കാരമായിരുന്നു. ഇത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസുമാണ്. ഇത്രയൊക്കെ ബുഖാരി മുസ്ലിം ഇമാമുമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഉണ്ടായിട്ട് പോലും ആളുകൾ ഇന്നും ആ വിഷയത്തെക്കുറിച്ച് സംശയദൃഷ്ടിയോടുകൂടി നോക്കുകയും ചെയ്യുന്നവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് നാട്ടിൽ സംജാതമായിട്ടുണ്ട്. എന്നാൽ ഇതിലൊക്കെ വിപരീതമായിട്ട് നമുക്ക് ആ ളുഹാ നമസ്കാരത്തിന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ള നിരവധി ഓഫറുകൾ, അതോ വമ്പൻ കിടിലൻ ഓഫറുകൾ, അവയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ ശ്രേഷ്ഠമായ ഒരു സുന്നത്ത് നമസ്കാരമാണ് ളുഹാ നമസ്കാരം. അത് സ്ഥിരമായി നിർവഹിച്ചിരുന്നു എന്നതിന് പുറമെ മറ്റു പല സ്വഹാബികളെയും വിളിച്ചുകൊണ്ട് അത് നിർവഹിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ചില ചെറിയ കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുക എന്നുള്ളത് അള്ളാഹു അവന്റെ അടിമകളോട് ചെയ്തിട്ടുള്ള കാരുണ്യത്തിൽ പെട്ടതാണ് അല്ലെ.
റഹ്മത്തും മിനൽ അള്ളാഹുവിന് അടിമകളോടുള്ള കാരുണ്യത്തിന്റെ ഒരു ഭാഗവാക്കാണത്. എല്ലാ ദിവസവും പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ചെയ്യാവുന്ന ഈ സൽകർമ്മം അധികം ആളുകളും പാഴാക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് കരുതിയാണ് പലരും അത് ഒഴിവാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് എല്ലാവർക്കും യാതൊരു പ്രയാസവും ഇല്ലാതെ നിർവഹിക്കാൻ കഴിയുന്ന സൽക്കർമ്മമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്, സുബ്ഹി ജമാഅത്തായി നമസ്കരിച്ച ശേഷം അവിടെ തന്നെ ഇരുന്ന് ഫർള് നമസ്കാര ശേഷമുള്ള ദിക്റുകളും ദുആകളും നിർവഹിക്കുക. ശേഷം സാധാരണ ചെയ്യാറുള്ളത് പോലെ ദുനിയാവിലെയും ആഖിറത്തിലെയും ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. 3, ശേഷം എല്ലാ ദിവസവും രാവിലെ നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ദിക്ർ, അതായത് മോർണിംഗ് അദ്കാറുകൾ നിർവഹിക്കുക. ശേഷം ഖുർആൻ പാരായണം ചെയ്യുക. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലൽ അദാത്ത ഫി ജമാഅത്തി സുമ്മ, ആരെങ്കിലും സുബ്ഹി ജമാഅത്തായി നമസ്കരിക്കുകയും സുമ്മ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ ശംസ സുമ്മ സല്ല റകഅത്തൈനി കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും സുബ്ഹി ജമാഅത്തായിട്ട് നമസ്കരിക്കുകയും ശേഷം സൂര്യോദയം വരെ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയും പിന്നീട് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ പൂർണ്ണമായ താമത്തൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം. അല്ലെ, എത്ര സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, എത്ര ഉദാത്തമായ സംഭാവനയാണ് അല്ലേ. നമ്മളൊന്ന് ആലോചിച്ചൊന്ന് തിരിഞ്ഞു നിന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഏറ്റവും വലിയൊരു മിറാക്കിളായിട്ടൊന്ന് വേണം പറയാൻ. സൗദിയിലെ സൽമാൻ രാജാവിന് പോലും ഇത്തരം ഒരു പ്രതിഫലം കിട്ടുകയില്ല ഈ ഒരു കർമ്മം ചെയ്താലല്ലാതെ, അല്ലേ. കാരണം അദ്ദേഹത്തിന് വർഷത്തിൽ ഒരിക്കലേ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഉംറ ചെയ്തിട്ട് അതിൽ അവയ്ക്കിടയിൽ ഒരു ഗ്യാപ്പ് വേണം, അല്ലെ. അത് അങ്ങനെ പെട്ടെന്ന് ദിവസം ഉംറ ചെയ്യാന്നുള്ളൊരു ഓപ്ഷനും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഇത് കണ്ടപ്പോ സഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയെ, ഇങ്ങനാണെങ്കിൽ പിന്നെ ഹജ്ജ് ചെയ്തോലെ പ്രതിഫലം. അന്നേരം പറഞ്ഞു, ഒരു ഹജ്ജിന് 10 ഹജ്ജിന്റെ പ്രതിഫലമാണ് ഇത്. ഇങ്ങനെ ഒരു കർമ്മം ചെയ്താൽ ഇതൊരു ഓഫറാണ്, ഒരു കിടിലൻ ഓഫറാണ്, അല്ലെ. ഇങ്ങനെ സുബ്ഹി ജമാഅത്തായിട്ട് നമസ്കരിക്കുകയും പിന്നെ അത് പിന്നെ സൂര്യോദയം എന്ന് പറയുന്നത്, സൂര്യോദയം ഇപ്പോൾ 6:10 സൂര്യോദയം എങ്കിൽ 6:10 25 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. സൂര്യൻ എന്റെ കുന്തത്തോളം ഉയരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതുവരെ നമസ്കാരപ്പായൽ ദിക്റിലും ദുആകളിലും ഖിറാഅത്തിലും ഒക്കെ ആയി കഴിഞ്ഞു കൂടിയ ഒരുത്തന് ലഭിക്കുന്ന പ്രതിഫലമാണ്, അല്ലേ. അതായത് ഉംറയുടെയും ഹജ്ജിന്റെയും പ്രതിഫലം പോലെയുള്ളത് അവനുണ്ടാകുന്നതാണെന്ന് തിർമിദി ഇമാം വിശേഷിപ്പിച്ചു. ഇഷ്റാഖ്, അവാബിൻ, ലുഹാ നമസ്കാരം മുതലായ നമസ്കാരത്തെ കുറിച്ച് ശരിക്കുള്ള ഒരു ക്ലാരിറ്റി നൽകുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ നമസ്കാരങ്ങളിൽ അതെന്താണ്, എപ്പോഴാണ് ആ പേര് വരാൻ കാരണമെന്ത് എന്നുള്ള വ്യക്തമായ കാര്യകാരണ സഹിതം വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് അത്. സംശയമുള്ളവർ ദയവായി ആ വീഡിയോ കാണേണ്ടതാണ്. സുബഹി നമസ്കാര ശേഷം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന നമസ്കാരത്തിനാണ്, അതായത് സുബഹി ജമാഅത്തായി നമസ്കരിക്കുകയും പിന്നെ അത് സൂര്യോദയം വരെ, അതായത് 6:10 സൂര്യോദയമെങ്കിൽ 6:25 വരെ ഇരുന്ന ശേഷം നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഇഷ്റാഖ്, അതായത് ഷുറൂഖിന്റെ നമസ്കാരമാണ്, അല്ലെ. അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നമസ്കാരമായതുകൊണ്ടാണ് ഇതിന് ഇത് ആക്ച്വലി ളുഹാ നമസ്കാരം തന്നെയാണ്. ബട്ട് അതിന്റെ സമയത്തിന്റെ പ്രാധാന്യം പിന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഇഷ്റാഖ് എന്ന് പറയുന്നത്, അല്ലെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പ്രഭാത ഉറക്കത്തെ സൂക്ഷിക്കുക, കാരണം അത് ആവി ഉണ്ടാക്കുന്നതിന് വിവാഹബന്ധത്തെ മുറിക്കുന്നതും നമ്മുടെ പ്രകൃതിക്ക് യോജിക്കാത്തതുമാണ്. അതായത് ചില ആളുകളൊക്കെ കാണാം, ഒന്നുകിൽ സുബഹി നമസ്കാര ശേഷം എങ്ങനെങ്കിലും സുബഹി ഒന്ന് നമസ്കരിച്ചല്ലേ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഒറ്റ ഉറക്ക, നല്ല സുഖമുള്ള ഉറക്കാണെന്നും പറ്റില്ലേ. പക്ഷെ ആ സമയത്ത് ഉറക്കിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ പറയാൻ മാത്രം സമയമല്ലേ. ലുഹാന്റെ വിഷയം വിശദീകരിക്കുന്നത് കൊണ്ടായി ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കലാവാം.
ദുഹ നമസ്കാരത്തിന്റെ പ്രാധാന്യം ഇപ്പൊ ഒരു ഗുണം പറഞ്ഞു, അതായത് താമത്തൻ ദിവസവും ഹജ്ജിന്റെ ഉംറയുടെയും കൂലികൾ ലഭിക്കും. ഇൻ സെക്കൻഡ് വൺ, പ്രഭാതത്തിൽ നിങ്ങളുടെ ഓരോ സന്ധികൾക്കും 360 പിന്നെ സന്ധികൾ, ജോയിൻസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. പ്രഭാതത്തിൽ നിങ്ങൾ ഓരോ സന്ധിക്കും ധർമ്മമുണ്ട്. അതായത് അള്ളാഹു നമ്മുടെ ജോയിൻസ് നമുക്കറിയാം, ഒരു പിന്നെ എന്താ കയ്യിന്റെ കെണിപ്പ് എന്തുണ്ടല്ലോ, നമ്മളെന്താ പറയാ, കെണിപ്പ് അല്ല പറയില്ലേ, അവിടെ നിന്ന് താഴോട്ട് തന്നെ ഒരുപാട് സന്ധികളുണ്ട് അല്ലെ, ചലിപ്പിക്കുന്നതും പിന്നെ കൈ മടക്കുന്നത്, നിവർത്തുന്നത്, ചരിക്കുന്നത്, വളയ്ക്കുന്നത്, തിരിക്കുന്നത്, ഇങ്ങനെ ഇതെല്ലാം കൂടി നമ്മുടെ ബോഡിയിൽ ടോട്ടലി 360 സന്ധികളുണ്ട്. ഇവ ഓരോന്നിനും തസ്ബീഹും തഹ്മീദും തഹലീലും തക്ബീറും ഇവ ഓരോന്നിനും നമ്മള് എന്ത് വേണം, ആ സന്ധികളുടെ പേരിൽ ധർമ്മം കൊടുക്കണം അല്ലെ. നമുക്ക് പറ്റുമോ അങ്ങനെ കൊടുക്കാൻ? ഇല്ല. പിന്നെ ഓരോ തസ്ബീഹും ഓരോ ഹംദും ഓരോ തഹലീലും തക്ബീറും ധർമ്മമാണ് അല്ലെ. ഒരുപാട് ദിക്റുകൾ, തസ്ബീഹാവട്ടെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് ആകട്ടെ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവയെല്ലാം തന്നെ എന്താണ്? ധർമ്മമാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ധർമ്മമാണ്. അതായത് അവയ്ക്കെല്ലാം കൂടി 2 റക്അത്ത് ളുഹാ നമസ്കാരം പര്യാപ്തമാണ്. അതായത് എന്തെല്ലാം പ്രതിഫലം കിട്ടുന്നു? നമ്മള് ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം കിട്ടുന്നു. പിന്നാണെങ്കിൽ നമ്മുടെ പ്രഭാതത്തിലുള്ള ഓരോ സന്ധിക്ക് നമ്മുടെ ബോഡിയിലെ ഈച്ച് ആൻഡ് എവ്രി ജോയിൻസിന് നമ്മൾ സ്വതക്ക കൊടുക്കണം. നമുക്ക് പറ്റുമോ 360 റുപ്യ ദിവസവും കൊടുക്കാൻ? ചിലപ്പോൾ 5 രൂപ പോലും കൊടുക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവും അല്ലെ. കൊടുക്കണം. അപ്പൊ 4ആയി. പിന്നെ ഓരോ തസ്ബീഹും ഹംദും തഹലീലും തക്ബീറും ഒക്കെ ധർമ്മമാണ്. അത് ഒരുപാട് ചൊല്ലണം. അതിനും പകരമാണ്. പിന്നെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ധർമ്മമാണ്. ഇവയ്ക്കെല്ലാം കൂടി 2 റക്അത്ത്, വെറും 2 റക്അത്ത് ളുഹാ നമസ്കാരം മതിയാകുന്നപ്പം 5-8 കാര്യങ്ങൾ അതിലൂടെ നമുക്ക് വ്യക്തമായില്ല. ഏറ്റവും വലിയ ഹജ്ജും ഉംറയും കിട്ടി, തഹലീൽ കിട്ടി, തഹ്മീദ് കിട്ടി, പിന്നെ നമ്മുടെ 360 ജോയിൻസിനുള്ള സ്വതക്ക കിട്ടി. അങ്ങനെ ഇതെല്ലാം ഈ നിസ്കാരത്തിലുണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രഭാതത്തിൽ നിങ്ങളുടെ ഓരോ സന്ധികൾക്കും ധർമ്മമുണ്ട്. എല്ലാ തസ്ബീഹും തഹ്മീദും ഹംദും ഒക്കെ ധർമ്മമാണ്. നന്മ വിരോധിക്കൽ. ഇതൊരു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആയതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസത്തി ബിസിയാമി സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹറിൻ വറകഅത്തി ളുഹ വൻ ഊതിറ ഖബ്ല അൻ അർഖുദ. അതായത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ, എല്ലാ മാസവും 3 ദിവസം വ്രതമനുഷ്ഠിക്കുവാനും എല്ലാ ദിവസവും 2 റക്അത്ത് ളുഹ നമസ്കരിക്കാനും ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കുവാനും എന്റെ ഖലീൽ എന്നോട് ഉപദേശിച്ചിരിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂദറദിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ, ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിൽ നിന്ന് അള്ളാഹു മനുഷ്യരെ, എനിക്ക് വേണ്ടി നിങ്ങൾ അപ്പോൾ അബൂദറിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ എന്താ കാണുന്നത്? എല്ലാ മാസവും 3 നോമ്പ് നോൽക്കാനും 2 റക്അത്തെന്നെങ്കിലും ളുഹ നമസ്കരിക്കാനും അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഹദീസ് പിന്നെ ഉണ്ടായിട്ട് പോലും ആളുകൾ ഇതിനെ സംശയദൃഷ്ടിയോടുകൂടി അങ്ങനെ ഉണ്ടോ, അത് ആ ഒരു വിഷയമാണോ, അങ്ങനെ പറയാൻ പറ്റുമോ, ളുഹ നമസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളപ്പോ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകളും പല അമലു സ്വാലിഹാത്തുകളുടെ കാര്യത്തിലും അള്ളാഹു പല ഓഫറുകൾ നൽകുന്നത് നമ്മൾ ചെയ്യട്ടെ എന്നുള്ള ഒരു മുൻവിധിയിലായിരിക്കാം. പക്ഷെ അത് കേട്ടാൽ പോലും അതിനെ അതായത് ഇപ്പം കണ്ണങ്കണ്ടിയിൽ ഒരു ഫ്രിഡ്ജിന് ഓഫർ ഉണ്ട്, അല്ലെങ്കിൽ നന്ദിലത്തിൽ ഒരു TV വാങ്ങുമ്പോൾ ഒരു ഇസ്തിരിപ്പെട്ടി കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഓടും, ആ ഓഫർ വാങ്ങും. പക്ഷെ ഭൗതിക ലോകത്തിന്റെ ഓഫറുകളിൽ മനുഷ്യന്മാരെല്ലാം കുടുങ്ങിക്കിടക്കുകയാണ്. ആഖിറത്തിന്റെ കാര്യത്തിൽ അവർക്ക് കാര്യമായ ശ്രദ്ധയില്ല എന്ന് മനസ്സിലാക്കാം. അതായത്
നമ്മുടെ പിന്നെ ഇപ്പൊ സമീപകാലത്ത് റീസെന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇതാണ് മെക്സവൻ എന്ന് പറയുന്നുള്ള ഒരു എക്സസൈസ് കൂട്ടായ്മ. അപ്പം ആ എക്സസൈസ് നാട്ടിൽ ഇപ്പോൾ ഒരു വിത്തിൻ 1 ഇയർ അതിന്റെ മുമ്പ് തുടങ്ങിയതാണ്. അന്നേരം ഒക്കെ ആളുകളൊക്കെ ഇതിൽ വല്ലാണ്ട് അട്രാക്റ്റഡ് ആയ ആളുകളൊക്കെ ജഗബാക്കി അതിൽ കളിക്കാൻ പോകുമ്പോൾ എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ഇന്റൻഷനാ പോണം, അപ്പം നമ്മൾ ആരോഗ്യം നന്നാവും, പിന്നെ എനർജി കിട്ടും, അതാവും ഇതാവും, ഷുഗറും പ്രഷറും. ഞാൻ പറഞ്ഞു ഷുഗറും പ്രഷറൊക്കെ വന്നാൽ നമുക്ക് ഗുളിക കഴിക്കാം, ഗുളിക കഴിച്ച് ജീവിക്കാം, പക്ഷെ ദിവസവും ഹജ്ജിന്റെയും ഉംറന്റെയും കൂലി നമുക്ക് ആര് തരും എന്ന് വെച്ച്. മെക്സവൻകാർ തരുമോ? മെക്സവൻ തരൂല. നമ്മൾ ആ സമയത്ത് ദിക്ർ എടുത്തിരിക്കുന്ന ആളുകളെ കൂട്ടത്തോടെ പിന്നെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി ഈ കളിക്ക്, ഇത് കളി നല്ലതല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഹെൽത്ത് വൈസ് പിന്നെ സയൻസ് വൈസും ഇത് വളരെ നല്ലതാണ്. എല്ലാ ജോയിൻസിനും ശരീരത്തിനും സ്കിന്നിനും പിന്നെ ആന്തരിക ഇന്നർ ബോഡിയിലെ ഇന്നർ പാർട്സിനും മെൻസസിന്റെ ബ്ലീഡിങ് ഒക്കെ പ്രശ്നങ്ങളൊക്കെ നിൽക്കി ഒരുപാട് പോസിറ്റീവ് സൈഡുള്ള ഒരു എക്സസൈസ് തന്നെയാണ്. പക്ഷെ ആ ഒരു സമയം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സമയം. എനിക്ക് പല രീതിയിൽ പല ആളുകളിൽ നിന്നും ഇതുപോലെ പിന്നെ നിർദ്ദേശങ്ങൾ വന്നു, നിങ്ങൾ വരി, നല്ലതാണ്, കളിച്ചു നോക്കി, ആനാണ് ചേനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ നിർബന്ധിച്ചപ്പോഴും ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യമുണ്ട്. ഒന്നാമത് അയാമെ റൈറ്റർ, ഞാനൊരു എഴുത്തുകാരി ആയതുകൊണ്ട് തന്നെ എൻ്റെ ബ്രെയിൻ ഫ്രഷ് ആയിരിക്കുന്ന സമയമാണ് മോർണിംഗിൽ. അപ്പോൾ ആ മോർണിംഗിൽ ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, ഫോൺ ഉണ്ടാവില്ല, കുട്ടികൾ ഉണ്ടാവില്ല, ചായ ചോറ് വിരുന്നുകാര് ബെല്ലടി കോളിംഗ് ബെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ എഴുതുന്ന സമയം രണ്ടാമത്തെ ആണെങ്കിൽ ഇതും അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം ഹജ്ജും ഉംറയും തന്നെയാണ്. ഇനിയിപ്പോൾ എവിടെങ്കിലും ഇൻ കേസ് ഞാൻ വല്ല സ്ഥലത്ത് പോവുകയാണെങ്കിൽ പോലും ആ ഒരു നെയ്യത്തിൽ തന്നെ പോയിട്ട് കാറിൽ നിന്ന് പോലും നിസ്കരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. കാരണം അത് വല്ലപ്പോഴും വിടാമെന്നതിന് സ്ഥിരമായിട്ട് എടുക്കേണ്ട ഒരു സുന്നത്ത് നമസ്കാരം അല്ല. ദുഹ നമസ്കാരം വിട്ടുപോകുന്നതിൽ വിരോധമില്ല. എന്നിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ വൃത്തിക്ക് കൃത്യമായിട്ടില്ലേ, വളരെ വൈൻകല്ല വളരെ കുറച്ചാണെങ്കിൽ ദായമായിട്ട് ചെയ്യുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ചെയ്യുന്ന നമസ്കരിക്കുന്ന പലരും ഇന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു വിഷയവും പറഞ്ഞിട്ട്. അതിനിപ്പോ മെക്സവനെ മാത്രം പറഞ്ഞുകൂടാ, നമ്മളൊക്കെ ഇത്തരത്തിലുള്ള അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ച് സ്വർഗത്തിലേക്കുള്ള കാലടികൾ എടുത്തു വെക്കുന്നതിൽ വലിയ താല്പര്യം ആർക്കുണ്ടാവില്ല, ഇബിലീസിനുണ്ടാവില്ല. അപ്പൊ ഇബിലീസ് ഏതെങ്കിലും വിധത്തിൽ നമ്മളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പിന്നെ അത് മനസ്സിലാക്കിയിട്ട് നമുക്കൊണ്ട് ചെയ്യാവുന്ന അത്ര, ഇപ്പം തന്നെ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന ഒരാളുകളുടെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ, സുന്നത്ത് നോമ്പ് എടുക്കുന്നവർക്ക് അതായത് തിങ്കളും വ്യാഴവും നോമ്പെടുക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും രീതിയിൽ പ്രോഗ്രാമുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേന്നിരിക്കും അല്ലെ. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ സുന്നത്ത് നോമ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വേള പഠിച്ചോൻ കാക്കട്ടെ മാതല്ല നമ്മൾ കിടന്നു പോയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിലോ നമുക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം തന്നുകൊണ്ടേയിരിക്കും. അതിന് അങ്ങനെ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കണോ, ഇപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് നോമ്പെടുത്തേ പറ്റൂ. പക്ഷെ ആ നോമ്പിനെ പിന്നെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പരാതികൾ പ്രോഗ്രാമുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനത്തൊക്കെ പല വിഷയങ്ങളും നമ്മളെ നിസ്കാരത്തിൽ നിന്ന്, സുന്നത്തിൽ നിന്ന്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ മാക്സിമം നമ്മൾ ഒരു 4-5 സ്ഥലത്ത് 4-5 ഫംഗ്ഷൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, ക്യാസ് ചെയ്ത് നോക്കുക, തൂക്കി നോക്കുക, ഏതാണ് ഇതിലേറ്റവും അഫ്ളൽ, ഇത് പോകേണ്ടതാണോ, ഇത് ക്യാൻസൽ ചെയ്താൽ ഇപ്പം എന്തോ പ്രശ്നമുണ്ട്. എല്ലാ കല്യാണത്തിനും എല്ലാ ദിവസങ്ങളിലൊന്നും നമ്മൾ പോകേണ്ടതില്ല. അതിനായിട്ട് വേഷം കെട്ടി അതിനായിട്ട് സാരിയും വാങ്ങി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് പോകട്ടെ. നമ്മൾ മെയിൻലി നിക്കാഹിനോ അങ്ങനത്തെയോ പ്രധാനപ്പെട്ട ഫംഗ്ഷനിലോ ഒക്കെ പോയി മാറി നിന്ന് നോമ്പ് തന്നെ എടുക്കുന്നതായിരിക്കും ഉത്തമം. നോമ്പെടുക്കുന്ന ദിവസങ്ങളിൽ മാക്സിമം
പണികൾ കുറവുള്ള ദിവസങ്ങളിൽ നോക്കി നോമ്പെടുക്കാമല്ലേ. അതായത് തിങ്കൾ നോമ്പെടുക്കുകയാണെങ്കിൽ ബുധനും വ്യാഴം ഒക്കെ അല്ല, വ്യാഴം ചെയ്യാനുള്ള പണി, ചൊവ്വയും ബുധനൊക്കെ വ്യാഴം ചെയ്യാനുള്ള പണികൾ കൂടെ തീർത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പെടുക്കുകയും അതിലൂടെ അമൽസ്വാലിഹത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഈ നിസ്കാരം എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കും, നിസ്കരിക്കാൻ പറ്റുമോ, നമുക്ക് കുട്ടികളില്ല, ടിഫിനില്ല, ലഞ്ച് എടുക്കണ്ട എന്നൊക്കെ. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഒരു വിഷയം തന്നെയാണ്. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, നമ്മൾ ജമാഅത്തായി നിസ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് പറ്റില്ലാലോ. അപ്പൊ അതില് പിന്നെ ഒരു മൗലവി മറുപടി പറയുന്നുണ്ട്, ഇത് ഏറ്റവും അഫ്ളലി പള്ളിയിലിരുന്ന് പിന്നെ ജമാഅത്തായിട്ട് നിസ്കരിച്ച് ഓതി നിസ്കരിച്ചിരിക്കലാണ്. പക്ഷെ അതൊരു രോഗിയായിട്ട് പള്ളിയിൽ പോകാത്ത ഒരാൾക്കോ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് വീട്ടിലിരിക്കുന്നവർക്കോ ലേഡീസിനോ അത് ബാധകമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമുർ റാഹിമീനാണ്. അതുകൊണ്ട് തന്നെ നമുക്കും ഈ പ്രതിഫലം കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് ഇത് കൃത്യമായി നിർവഹിക്കാവുന്നതാണ്. നെക്സ്റ്റ്, സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. ആദ്യ സമയത്ത് ളുഹാ നിസ്കരിക്കുന്ന ചില ആളുകളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതല്ലാത്ത സമയത്ത് നമസ്കരിക്കലാണ് ഉത്തമമെന്ന് അവർക്ക് അറിഞ്ഞുകൂടെയെന്ന്. അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവ്വാബികളുടെ നമസ്കാരം, പാപങ്ങളിൽ നിന്ന് സദാ പശ്ചാത്താപം പ്രകടിക്കുന്നവരുടെ നമസ്കാരം കുഞ്ഞുങ്ങൾ അത്യുഷ്ണമായി എരിഞ്ഞു പൊള്ളുന്ന സമയം അത്രയും. അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 748 നമ്പർ ഹദീസിലാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതായത് ലുഹാ നമസ്കാരം നമുക്ക് മൂന്ന് ഫോർമ. ലുഹ എന്ന് പറയുന്നത് തന്നെയാണ് ഇഷ്റാഖും അവ്വാബീനും. അപ്പം ഈ നമ്മൾ ഷുറൂഖിന്റെ സമയത്ത്, അതായത് സൂര്യൻ പൊട്ടി വിടരുന്ന ആ സമയത്ത് നമസ്കരിക്കുമ്പോൾ ഒരു സൂര്യോദയം, ഇപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം പറയുകയാണെങ്കിൽ ഒരു 6:30, കറക്റ്റ് സമയം അറിയില്ല, ആ സമയത്ത് നമ്മളെ ഫോണിൽ ഒരു അലേർട്ട് വരുന്നത് കാണാം. ആ സമയം കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. ആ സമയത്ത് നിസ്കരിക്കുമ്പോഴാണ് ഈ ഹജ്ജിന്റെ ഉംറയുടെയും കൂലി കിട്ടുന്നത്. ആ കൂലി കിട്ടുന്നതിന് പ്രത്യേകം പറഞ്ഞല്ലോ, ആ സമയത്ത് മുസല്ലയിൽ തന്നെ ഇരിക്കുകയും വേണം. അങ്ങനെ ഒരുപാട് ദിക്ർ ദുആകളിലായിക്കൊണ്ട് ഇരിക്കണം. അങ്ങനെ എന്നിട്ട് നമസ്കരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 7 മണിക്കും 8 മണിക്കും 9 മണിക്കും 10 മണിക്കും ഒക്കെ നമസ്കരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ പ്രതിഫലാർഹമായിട്ടുള്ളത് എന്താന്ന് ചോദിച്ചാല് കുഞ്ഞുങ്ങൾ കാൽച്ചുട്ട് കൊള്ളുന്ന സമയം അത്രയും. അതായത് പിന്നെ നമസ്കാരം ഒരു 10-10:30 ആകുമ്പോൾ നമസ്കരിക്കുന്നതിനാണ് കൂടുതൽ പ്രതിഫലം. അൻ സയ്യിദ് ഇബ്നു ഔഖദ് റളിയല്ലാഹു അൻഹ ഖൗമൻ യുസല്ലൂന മിനൽ ളുഹ ഫഖാല അമാ ലഖദ് അലിമു അന്ന സ്വലാത്ത ഫി ഐരി ഹാദിഹി സഅതി അഫ്ളൽ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല സ്വലാത്തുൽ അവ്വാബീന ഹീന തർമലുൽ ഫിസാൽ. അതായത് അതേ സമയത്ത് ളുഹ നമസ്കരിക്കുന്നതിനേക്കാൾ അവർക്ക് അറിഞ്ഞുകൂടെ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട്. അപ്പം നമ്മൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് പിന്നെ അധികം ആളുകളും തന്നെ പിന്നെ ളുഹ നമസ്കരിക്കാൻ പറയുമ്പോൾ പറയാം, ആ സമയത്ത് ആർക്കാ ഒഴിവുണ്ടാവുക, തിരുമ്പാനുണ്ടാവില്ലേ, തുടക്കാനുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറയും. ശരിയാണ്, അന്നേരം നമ്മൾ മേലും മുഷിയുന്ന ജോലികളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണല്ലോ. മുറ്റം അടിക്കല്, നിലം തുടയ്ക്കല്, പിന്നെ ടോയ്ലറ്റ് ക്ലീനിങ്, വാഷിങ്, അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, രാവിലെ ഇഷ്റാഖ് നമസ്കരിച്ച് അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ട് അടുക്കളയിലെ പണികൾ ചോറും ചായയും ഒറ്റ ടൈമിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരൊറ്റ ടൈം പാത്രം കഴുകിയാലും മതി. രണ്ടാമത്താണെങ്കിൽ നമുക്ക് പിന്നെ ചോറിന്റെ 75% പണികളും അതോടൊപ്പം തീരും. ഇനിയിപ്പോൾ ഒരു മീൻ പൊരിക്കാനോ കറി വെക്കാനോ ഉള്ള ബാലൻസ് പണി വെച്ചിട്ട് ബാക്കിയെല്ലാം തീർത്ത് ഒറ്റ ക്ലീനിങ്ങും കഴിഞ്ഞ് പിന്നെ നമുക്ക് മറ്റുള്ള വർക്കിലേക്ക് ഇറങ്ങാം. തുടക്കുക, അങ്ങനെ അടിക്കുക, വാരുക എന്നുള്ള പണികളിലേക്കൊക്കെ. അത് കഴിഞ്ഞ് നമ്മളൊരു 10-10:30 ആകുമ്പോൾ നിസ്കരിച്ച് പിന്നെ നമ്മള് നമസ്കാരപ്പായിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കാനും അള്ളാഹുവായിട്ട് ഇത് തഹജ്ജുദ് പോലെ തന്നെ ഒരു ഒറ്റപ്പെട്ട സമയമാണ്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് പുറത്തു പോയിട്ടുണ്ടാവും, കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ടാവും, ഇനി വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ പണിയും നോക്കി ഓരോ റൂമിലുണ്ടാവും. അപ്പോൾ ഒരു സ്വസ്ഥമായ സമയം. അപ്പം വാബി നമസ്കാരം എന്ന നിലയിൽ നമുക്ക് ഒരുപാട് ഒരു അല്ലാഹുമ്മഗ്ഫിർലി ആ ഒരു പ്രത്യേക ദിക്ർ തന്നെയുണ്ട് ആ സമയത്ത് ചെല്ലാൻ. അതൊക്കെ ചെല്ലി നിസ്കാരപ്പായിൽ ഇരിക്കാം. മാത്രമല്ല ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് അനുഭവിക്കുന്ന സ്ത്രീകളാണ്. കാരണം സാധാരണഗതിയിൽ എന്നെ അറിയുന്നൊരു
ഒരു ലേഡി ഉണ്ട്. അവര് ഖുറാൻ ക്ലാസ്സിൽ ഒരു അക്ഷരം അറിയാത്തൊരു ആരായിരുന്നു. ഖുറാൻ ക്ലാസ്സിൽ വന്നു, മര്യാദയ്ക്ക് അക്ഷരങ്ങളൊക്കെ പഠിച്ച് അത്യാവശ്യം വിവരവും കാര്യങ്ങളൊക്കെ ആയി. ഖുൽഹുവല്ലാഹു സൂറത്ത് മുതൽ മേലോട്ടൊക്കെ കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങി ആയിടക്കാണ് അവർക്ക് നല്ലൊരു വീടെടുത്ത് കൊടുക്കുന്നത്. ഒരു ഹസ്ബൻഡ് നല്ലൊരു കണ്ടംപററി വീട്. അതാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മറന്നു പോകണം. ആ വീടെടുത്തത് മുതൽ ഭയങ്കരം എന്താ വെച്ചാൽ കിച്ചണിലെ ജോലിയിലൊക്കെ ഭയങ്കരമായിട്ട്, കിച്ചണിലെ ജോലികളൊക്കെ ഭയങ്കരമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ലേഡിയാണത്. അപ്പൊ അവരെന്ത് പണി ചെയ്യും, രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങി എല്ലാ ക്ലീനിങ്ങും ഉണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലും ഭയങ്കര നീറ്റ്ലി ആൻഡ് പെർഫെക്റ്റ്ലി ചെയ്യും. അത് വീട് കിട്ടിയതോടുകൂടി അവര് എന്ത് ചെയ്തു നിർത്തി, പിന്നെ പള്ളിയിൽ പോകലും ക്ലാസ് കേൾക്കലും അങ്ങനെയുള്ള എല്ലാം നിർത്തി. പിന്നെ ഫുൾ കോൺസെൻട്രേഷൻ വീട്ടിലേക്കായി. അങ്ങനെ ആ വീടിന് വേണ്ടിയിട്ട് വീണ് മരിച്ച് അങ്ങനെ ചെയ്ത് പിന്നെ കാലും എൻ്റെ വെരിക്കോസും അങ്ങനെയല്ല. അപ്പൊ നമ്മളെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഇത്. എന്ത്, വെരിക്കോസ് വേദന, മുട്ടുകാല് വേദന, കാല് തേയ്മാനം, ഊര തേയ്മാനം, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് ഈ ളുഹ നമസ്കാരം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മളൊരു 7-7:30 സമയത്ത് എക്സസൈസ് കഴിഞ്ഞു, ഇഷ്റാഖ് നമസ്കാരം കഴിയുന്നു, നമ്മൾ എക്സസൈസ് ചെയ്യുന്നു. എല്ലാവർക്കും 40 എബവ് ആരായാലും തന്നെ എക്സസൈസ് നിർബന്ധമാണ്. അതിപ്പോൾ മെക്സവലിനൊന്നും പോകണമെന്നില്ല. നമ്മളെ ബോഡിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാ, തടി കൂടിയവർക്ക് തടി കൂടി, ഒബിസിറ്റി ഉള്ളവർക്ക് അതിൻ്റെ എക്സസൈസ്, അണ്ടർ വെയിറ്റ് ഉള്ളവർക്ക്, വെയിറ്റ് കുറഞ്ഞവർക്ക് വേറെ എക്സസൈസ്, ഉരവേദനക്കാർക്ക് വേറെ, അങ്ങനെ ഓരോ ടീംസിനും വ്യത്യസ്ത ടൈപ്പ് ഓഫ് എക്സസൈസസ് ഉണ്ട്. അത് ചെയ്ത് അതിന് ശേഷം നമ്മൾ കിച്ചണിൽ കയറുന്നു, ചായയും പലഹാരവും ഭക്ഷണവും ഉണ്ടാക്കുന്നു. എന്നിട്ട് ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും ഒരു കറക്റ്റ് ടൈം ഷെഡ്യൂളാ. അപ്പൊ 2-3 മണിക്കൂർ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു വെരിക്കോസും ഒരു ഉരവേദനയും ഒരു കാലുവേദനയും ഒരു തേയ്മാനം ഒന്നും വരൂല. കാരണം കുറച്ച് സമയം നിൽക്കുന്നത്. അതേസമയം മറ്റു പല സ്ത്രീകളും സുബഹി ബാങ്കിന്റെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ ഒരു 12:30-1 മണി ആയാലും ചിലപ്പോൾ അവർ കുളിച്ചിട്ടും ഉണ്ടാവില്ല, നിസ്കരിച്ചിട്ടും ഉണ്ടാവില്ല, ളുഹർ ബാങ്കിന് വെയിറ്റ് ചെയ്യേയില്ല അല്ലെ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പൊ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര എടുക്കാൻ എളുപ്പമുള്ള ഒരു സുന്നത്തും പ്രതിഫലാർഹമായ ഭയങ്കര പ്രതിഫലാർഹമായ സുന്നത്തും നമ്മളെ ആരോഗ്യത്തിന് തന്നെ ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഓരോരുത്തർക്കും കഴിയുന്നത്ര എടുക്കാം. മിനിമം 2 റക്അത്ത്, മിനിമം 2 റക്അത്തിന്റെ പ്രതിഫലമാണ് ഈ പറഞ്ഞതൊക്കെ അല്ലെ. നന്മ കൽപ്പിക്കല്, തിന്മ വിരോധിക്കല്, 360 രൂപ പിന്നെ സ്വതക്ക കൊടുക്കല്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചെല്ലല്, ഹജ്ജ് ഉംറ, ഞാൻ പറഞ്ഞില്ലേ കൂലിയൊക്കെ വെറും 2 റക്അത്തിനാണ്. എന്നാൽ ഇത് 8 റക്അത്ത് വരെയും എന്നാൽ ഇരട്ടിയായി എത്രയും നിർവഹിക്കാവുന്നതാണെന്ന് എന്ന വീക്ഷണം ചില പണ്ഡിതന്മാരെ അതിലധികവും നിർവഹിക്കാവുന്ന അവിടുന്ന് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വർദ്ധിപ്പിക്കാറുണ്ടെന്ന് ആയിഷ റളിയല്ലാഹുവിന്റെ നിവേദനം ചെയ്ത ഹദീസ്. ളുഹ നമസ്കാരം ശേഷമുള്ള ദിക്ർ. അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹു ഖാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ ثم قال اللهم اغفر لي وتب علي انك انت التواب الرحيم حتى قالها 100 مرات. ഇങ്ങനെ 100 പ്രാവശ്യം പറഞ്ഞിരുന്നു അല്ലേ. എന്താണ് ദിക്ർ? ഒന്നും കൂടെ എൻ്റെ കൂടെ ചൊല്ലി നോക്കി. اللهم اغفر لي وتب علي انك انت التواب الرحيم. اللهم اغفر لي وتب علي انك انت التواب الرحيم. അതായത് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു നൽകണമേ, എനിക്ക് എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ, നീ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് 100 പ്രാവശ്യം പറയാറുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ്, ഇനിയും കഴിഞ്ഞില്ല. ളുഹ നമസ്കാരത്തിന്റെ പ്രതിഫലങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ട്. ഒരു ളുഹ നമസ്കാരം കൊണ്ട് സ്വർഗത്തിൽ ഒരു ഭവനം കിട്ടുന്ന പ്രതിഫലം കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതെന്താണെന്ന് നോക്കാം. ഒരു മിനിറ്റ്. ആരെങ്കിലും ളുഹ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ
അവന് ഉംറ ചെയ്തവന്റെ പ്രതിഫലമുണ്ട്. അതായത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വമൻ മഷ ഇല സുബ്ഹത്തിൽ ളുഹ കാന ലഹു കാജിരി മുഅത്തമരിലെ, അതായത് ഉംറ ചെയ്യുന്നവന്റെ പ്രതിഫലമുണ്ട് ളുഹ നമസ്കരിക്കാനായിട്ട് ആരെങ്കിലും പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ. അപ്പം പിന്നെ നമുക്ക് ഉംറ പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ ളുഹാ നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കുകയാണെങ്കിൽ അതിന് വേറെയും പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും മഹത്തായ പ്രതിഫലമുള്ള ഒരു നമസ്കാരമായിട്ട് പോലും നമ്മളിൽ പലരും ഇത് വേണ്ടത്ര കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇനി മുതലെന്നെങ്കിലും നിങ്ങൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കി നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇഷ്റാഖ്, അവ്വാബീൻ, ളുഹ എന്ന 3 പേരുകളിൽ നമസ്കാരം അറിയപ്പെടുന്നതാണ്. പിന്നെ പിന്നെ 4 റക്അത്ത് ളുഹ നമസ്കരിക്കുകയും അതിനുശേഷം പിന്നെ ളുഹർ നമസ്കാരത്തിന് മുമ്പ്, അതായത് ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അന്ന് ആ ദിവസത്തിന്റെ അവസാനം വരെ അവന് അത് മതിയാകുന്നതാണ്. അതായത് അബൂ മൂസൽ അസ്അരിയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ആരെങ്കിലും 4 റക്അത്ത് ളുഹ നമസ്കരിക്കുകയും ആദ്യത്തെ നമസ്കാരമായ ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവന് ആ ദിവസം പിന്നെ അവസാനിക്കുന്നത് വരെ അത് മതിയാകുന്നതാണ്. അതായത് അത് സുബഹി നമസ്കാരത്തിന്റെ പിന്നെ നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള ഒരു മഹത്വമാണ് ഇവിടെ നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അതായത് അത്രക്ക് പോരിഷുള്ള, നമ്മളറിയില്ലേ, എന്നാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നമസ്കാരമാണ്. ഇതിന്റെ കൂടെ ചേർത്ത് പറയുന്നത് ളുഹറിന് 4 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. പിന്നെ വേറൊരു ഇത്, സ്വർഗത്തിൽ ഒരു ഭവനം, ളുഹാ നമസ്കാരവും ഇഷ്റാഖ് നമസ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കപ്പെട്ടു. അതായത് 4 റക്അത്ത് ളുഹ നമസ്കരിച്ചാൽ സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു പണിയുമെന്നും ഈ ഹദീസിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം പ്രതിഫലങ്ങളാണല്ലേ നമ്മൾ ഈ ഒരു വിഷയത്തിൽ കാണുന്നത്. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് 4 റക്അത്ത് ളുഹ നമസ്കരിക്കുന്ന സ്വർഗത്തിന് ഒരു ഭവനും. പിന്നെ മാത്രമല്ല, നമ്മൾ ളുഹ നമസ്കരിച്ച് അവനെ കുറച്ച് കിടക്കാൻ നമുക്കൊരു സൗകര്യം കിട്ടും. റഹീം എന്നാണ്. അന്നേരം നമുക്കൊരു വല്ലാത്തൊരു ഉറക്കം വരാറുണ്ട്, എല്ലാവരും മയക്കമുള്ള ഉറക്കം. ആ ഉറക്കത്തിന്റെ പേരാർക്കെങ്കിലും അറിയാവോ? അറിയുന്നോലൊന്ന് തംസപ്പ് ചെയ്ത്, ആർക്കെങ്കിലും അറിയെങ്കിൽ. കൈലൂല്യത്തിന്റെ ഉറക്കം എന്നറിയും അല്ലേ? ഷീബക്കറിയാം. കൈലൂല്യത്തിന്റെ ഉറക്കം എന്നറിയാം. നല്ലൊരു ഉറക്ക. ആ ഉറക്കം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ, അല്ല, ആ ഒരു ഉറക്ക് നല്ലൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ ഒരു പ്രതിഫലമുള്ള ഉറക്കം കൂടിയാണ്. അത് മാത്രവുമല്ല, ളുഹർ നമസ്കാരം എന്ന് പറയുന്നത് സൂര്യൻ നട്ടുച്ച ഏറ്റവും മേലെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ആണ് ബാങ്ക് കൊടുക്കുക. ബാങ്ക് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ സൂര്യൻ നട്ടുച്ച ഇതിൽ നിന്ന് ലേശം അടുത്ത ഭാഗത്തേക്ക് മാറും അല്ലെ? ആ സമയത്ത് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയും അമലുകൾ ആകാശലോകത്തേക്ക് കയറിപ്പോകുകയും ആകാശത്തിൽ നിന്ന് ബർക്കത്ത് ചൊരിയുകയും ചെയ്യപ്പെടുന്നെന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ളുഹ നമസ്കരിക്കാനായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഞാൻ പറഞ്ഞ പോലെ കാലുവേദന എന്ന് പറയുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. കാരണം കാലിന് നല്ല റെസ്റ്റ് അല്ലെ? ചായ ഉണ്ടാക്കി ചോറും വെച്ച് കുളിയും കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കാലൊക്കെ നല്ല റിലാക്സ് ചെയ്യും. നമുക്ക് ഒരുപാട് ദിക്ർ എടുക്കാൻ സാധിക്കും, ളുഹ നമസ്കരിക്കാൻ സാധിക്കും, സ്വർഗത്തിൽ ഭവനം നേടും. ഇങ്ങനെ ഒരുപാട് പ്രതിഫലാർഹമായ നമസ്കാരമാണിത്. ഇതൊക്കെ ഇനി എന്നെങ്കിലും നമ്മുടെ പ്രതിഫലത്തിന്റെ മഹാത്മ്യം ആലോചിച്ച് നമ്മൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പം കേട്ടല്ലോ അതിന്റെ പ്രതിഫലങ്ങളുടെ ഒരാഴവും വ്യാപ്തിയും ഇല്ലേ? ഞാൻ അതാണ് ഓഫറുകൾ, ഭയങ്കരമായ ഓഫർ എന്ന് പറയാനുള്ള കാരണം അതാണ്. എന്തെല്ലാം ഹജ്ജ് ഉംറ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മറ്റേ
സൗദിയിലെ രാജാവിന് പോലും ഡെയിലി ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പറ്റുകയില്ല. ആ സ്ഥിതിക്ക് ഹജ്ജ്, ഉംറ, സ്വർഗത്തിലെ ഭവനം, പിന്നെ നമ്മുടെ സന്ധികൾക്കൊക്കെ നമ്മൾ പൈസ ക്യാഷ് കൊടുക്കണം അല്ലെ, പൈസ മുടക്കണം. നമ്മൾ ദിവസം ഇപ്പൊ 360 റുപ്യ ആർക്കെങ്കിലും കൊടുക്കോ, സദക്ക കൊടുക്കോ, നമ്മളെ കയ്യിൽ ഉണ്ടാവും, ഉണ്ടെങ്കിൽ തന്നെ കൊടുത്ത് കഴിയോ? കൊടുക്കാനും പറ്റിയില്ല. കൊടുക്കാൻ വിചാരിച്ചാലും അത് നടക്കുകയില്ല അല്ലെ. അപ്പൊ ഇതിനെല്ലാം പരിഹാരമായിട്ടുള്ളതാണ് ഈ ഒരു നിസ്കാരം. അതുകൊണ്ട് നിത്യജീവിതത്തിൽ മാക്സിമം പകർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു